ഹായ്, എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് അച്ചാറാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ക്യാരറ്റ് അച്ചാർ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കടുകും ഉലുവയും ജീരകം, പെരിഞ്ജീരകം, മുഴുവൻമല്ലി ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്കിത് ആദ്യം ഇത് ചെയ്യാം. അപ്പൊ അത് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കാം. അപ്പൊ ഇത് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്തു. അത് നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം, വെള്ളമൊന്നും പാടില്ല. അതിലേക്ക് ക്യാരറ്റ് ഈ സൈസിൽ, അതും ക്യാരറ്റ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, അതുപോലെ വെള്ളം എടുക്കാൻ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഉപ്പ്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ കായപ്പൊടി, പിന്നെ ഇത് മാങ്ങ പൊടിച്ചത്, ഉണക്കമാങ്ങ പൊടിച്ചത്. അതില്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി വെച്ചാലും മതി. പിന്നെ നമ്മളിപ്പോ വറുത്ത് പൊടിച്ച മസാല. അതിനുശേഷം നമുക്ക് ഓയിൽ വെച്ചെടുക്കാം. ഇവിടെ ഞാൻ കടുകെണ്ണ എടുത്തിരിക്കുന്നത്. അപ്പൊ കടുകെണ്ണയുടെ കുത്തൽ ഉണ്ടാവും. പച്ചന നമുക്ക് ഒഴിക്കാം. അത് ഇല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ അതിന്റെ പച്ചന ഒഴിക്കുമ്പോൾ കുത്തൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇരുന്നിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എടുക്കുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ഇതിനു മുന്നേ ഉണ്ടാക്കിയ അച്ചാറാണ്. അപ്പൊ കുറച്ച് നാൾ ഇരുന്നിട്ട് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.